ഈ ഒരു ഓർഡർ കിട്ടിയ ദിവസം ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് തന്നെ 7 കേക്കുകളാട്ടോ ചെയ്ത് കൊടുത്തതെന്ന്. അതെങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങുന്ന എൻ്റെ ഒരു കസിൻ ബ്രദറും സിസ്റ്ററും ഉണ്ട്. അതായത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോനും മോളും. അതിൽ ആ ചേട്ടൻ്റെ അമ്മേൻ്റെയും അമ്മായിയമ്മയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമായിരുന്നു കേട്ടോ. അതായത് ന്യൂ ഇയറിൻ്റെ അന്ന്. ഈ ചെയ്യുന്ന കേക്ക് ഏതാ ഫ്ലേവർ എന്ന് മനസ്സിലായോ? അറിയാൻ വഴിയില്ല. ഇത് ഞാൻ സ്പോട്ടിൽ കണ്ടുപിടിച്ച ഫ്ലേവറാട്ടോ. കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റില്ല, ട്രൈ ചെയ്ത് നോക്കിയത്. തലേന്ന് ചെയ്ത സ്പാനിഷ് ലൈറ്റ് കേക്കിൻ്റെ സിറപ്പും ക്രീമും ബാക്കിയുണ്ടായിരുന്നു. ആ സിറപ്പ് കൊണ്ട് തന്നെ ഞാൻ കേക്ക് വെറ്റ് ചെയ്ത്, പക്ഷേ സ്പോഞ്ച് വാനില ആയിരുന്നു. പിന്നെ ക്രീമിലേക്ക് ഞാൻ സാധാ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ന്യൂട്രലൈസ് ചെയ്തു. പിന്നെ ഓരോ ലെയറിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. പക്ഷെ സംഭവം അടിപൊളി വന്നു കേട്ടോ. ഈ കേക്കിന് എനിക്ക് നല്ല റിവ്യൂസ് കിട്ടിയായിരുന്നു. പിന്നെ മറ്റേ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന 2 പ്ലം കേക്കുകൾ ഈ കസിൻ ചേച്ചി ഓർഡർ ചെയ്താണ് കേട്ടോ. 2 അല്ല 3 ഉണ്ടായിരുന്നു. ഒരെണ്ണം ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ ഈ കാണുന്ന കേക്കും തൊട്ട് മുമ്പ് കണ്ട ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്കും ആ അമ്മയുടെയും അമ്മായിയമ്മയുടെയും ബർത്ത്ഡേക്കുള്ളതാണ്. പിന്നെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ ന്യൂ ഇയർ കേക്ക് ഉണ്ടല്ലോ, ആ ഓർഡർ എന്നത് ഈ കസിൻ ചേച്ചിയാണ് കേട്ടോ. ഈ ചേച്ചിയുടെ വക 3 പ്ലം കേക്കിൻ്റെ ഓർഡറും ആ ക്രീം കേക്കിൻ്റെ ഓർഡറും, പിന്നെ ചേട്ടൻ്റെ വക ഈ 2 ക്രീം കേക്കിൻ്റെ ഓർഡറും, പിന്നെ ചേട്ടൻ്റെ അമ്മയുടെ വക ഒരു പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 7 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ? എനിക്ക് ഇത്തവണ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലോണം പ്ലം കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഈ കേക്കിൻ്റെ ഡെക്കോട് തന്നെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.